തിരക്കിലാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത്. തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും. അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരിച്ചു ചെല്ലരുത്. അവർ നിങ്ങളെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം. എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയ വസ്തുവും ഇതുതന്നെ. ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല. നല്ല മനക്കരുത്തുള്ളവർ ഏത് പ്രതിസന്ധിയും അതിജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടി നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്ന് അറിയാതെയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ആർക്കു വേണ്ടി ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള അകലമാണ് നിരാശ. എത്രത്തോളം പ്രതീക്ഷകൾ കൂടുന്നുവോ അത്രത്തോളം നിരാശരാകേണ്ടി വരും. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരും. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. നീ എത്രത്തോളം ഒരാളെ സ്നേഹിച്ചോ അത് മറ്റൊരാൾ വഴി നിനക്ക് കിട്ടും. നിന്നെ അയാൾ എത്രത്തോളം വേദനിപ്പിച്ചോ അത് മറ്റൊരാൾ വഴി അയാൾക്കും കിട്ടും. ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത്. എത്ര മോശം സാഹചര്യത്തിലും ആത്മബലം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതം. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ജീവിതത്തിൽ എല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. എന്നും എൻ്റേത് മാത്രമായിരിക്കണം എന്ന് കരുതിയിരുന്ന ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിലും വേദനയാണ് നഷ്ടപ്പെട്ട ഇഷ്ടം മറ്റൊരാൾക്ക് സ്വന്തമായിരുന്നു എന്ന് അറിയുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. എല്ലാ സൗഹൃദത്തിന് പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നത് കൈപ്പുള്ള ഒരു സത്യമാണ്. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കരണങ്ങളും ഉയരാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. താൻ ഒരിക്കലും അതിൻ്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതമെന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. ജീവിതത്തിലെ ദുഃഖങ്ങളോർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും.